ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുദിനമാണ്. സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് ക്രിസ്തു യേശുവിൻ്റെ മനുഷ്യാവതാരം എന്നത്. വെറും ഒരു ആഘോഷത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായും അനുഭവമായി ഓരോ ക്രിസ്മസ് കാലഘട്ടവും മാറേണ്ടിയിരിക്കുന്നു. വലിയൊരു പ്രത്യാശയുടെ വെളിച്ചമാണ് ക്രിസ്തുമസ് നമുക്ക് പകർന്നു നൽകുന്നത്. പിറക്കുവാൻ ഇടമില്ലാതിരുന്നവൻ ഇടമില്ലാത്തവന്റെ പ്രതീകമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കുന്നു. ആരോരുമില്ലാത്തവർക്കും ഹൃദയം തകർന്നവർക്കും ഓരോ ക്രിസ്തുമസും പ്രത്യാശയുടെ പുതിയ അനുഭവത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ചരിത്രം എന്നും വിജയികളുടേതാണ്. ഇവിടെ പരാജയപ്പെട്ടവർക്ക് സ്ഥാനമില്ല. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ പിറന്നു വീണത് കല്ലിടാവിന്റെ നിശബ്ദതയിലായിരുന്നു. ക്രിസ്തുവിന്റെ ചെറിയ കാലിത്തൊഴുത്ത് പോലും തുല്യതയുടെയും സാർവത്രിക രക്ഷയുടെയും പ്രതിഫലനമായിരുന്നു. ആ കാലിത്തൊഴുത്തിനെ നമുക്കൊന്ന് ദർശിക്കാം. അവിടെ സാധുക്കളായ രണ്ട് മനുഷ്യരുണ്ടായിരുന്നു. ആട്ടിടയന്മാരും വിദ്വാൻമാരും ഉണ്ടായിരുന്നു. അവിടെ മാലാഹ വൃന്ദമുണ്ടായിരുന്നു. സർവരെയും ഉൾക്കൊള്ളുവാൻ ക്രിസ്തു പിറന്നു വീണ അവന്റെ കാലിത്തൊഴുത്ത് ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തുമസ് എന്നത് സാർവത്രിക രക്ഷയുടെ പ്രതിഫലനം തന്നെയാണ്. സർവലോകത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാകുമ്പോൾ നമ്മെ ഭരിക്കേണ്ട ഒരു ചിന്തയുണ്ട്. നമ്മുടെ ദേവാലയങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ നാം നിർമ്മിക്കുന്ന 1000 പുൽക്കൂടുകളിൽ ക്രിസ്തു പിറന്നു വീണാലും ലോകരക്ഷകന് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ പിറക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിശുദ്ധമായ ജനന പെരുന്നാൾ നമ്മിലേക്ക് നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ക്രിസ്തുവിന് വസിക്കുവാൻ പുൽക്കൂടുകളായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. ദൈവം വസിക്കുന്ന ഇടമാണ് ദേവാലയം. ക്രിസ്തു ഇറങ്ങി വസിച്ച് ദേവാലയ സദൃശ്യമായി തീർന്ന പരിശുദ്ധയായ കന്യക മറിയത്തോട് ഈ എൽദോ നോമ്പിലൂടെ നമുക്കും താതാത്മ്യം പ്രാപിക്കാം. ക്രിസ്തുമസ് ഒരാഘോഷത്തിന്റെ മാത്രമല്ല, പുനർജനനത്തിന്റെയും കൂടിയാണ്. പരിശുദ്ധമായ എൽദോ നോമ്പിലൂടെ പഴയ ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ ക്രിസ്ത്യാനിയായി രൂപാന്തരം പ്രാപിക്കുവാൻ നാം തയ്യാറാണ്. തന്റെ കൊട്ടാരത്തിലേക്കെത്തിയ ജ്ഞാനികളോട് ഹെറോദസ് രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ പോയി യേശുവിനെ കണ്ടെത്തി തിരികെ വന്ന് തന്നോട് പറയണം. എന്നാൽ സ്വപ്നത്തിൽ മാലാഖയാൽ ലഭിച്ച സന്ദേശത്തിൽ അവർ വേറെ വഴിയായി തിരികെ പോയി എന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹ സാക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഭൂമിശാസ്ത്രപരമായ മറുവഴി എന്നതിൽ ഉപരിയായി ക്രിസ്തുവുമായുള്ള അവരുടെ സംസർഗം വഴിയായി, അല്ലെങ്കിൽ ക്രിസ്തുവുമായുള്ള അവരുടെ കൂടിക്കാഴ്ച അവരുടെ ജീവിതത്തിൻ്റെ പതിവ് വഴികളെയെല്ലാം മാറ്റിമറിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ ഇവിടെ ജ്ഞാനികൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മെ ഭരിക്കപ്പെടേണ്ട ഒരു ചിന്തയുണ്ട്. എല്ലാ യാത്രകൾക്കും ലക്ഷ്യസ്ഥാനമുണ്ട്. പരിശുദ്ധമായ എൽദോ നോമ്പിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെന്നത് ക്രിസ്തുവിൻ്റെ പുൽക്കൂട് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പുൽക്കൂടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാനും അതുമൂലം പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം